ഈ നരേന്ദ്രമോദി സർക്കാർ രണ്ടാം തവണ ഭാരതത്തിൽ വന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ പൂർണ്ണമായിട്ട് മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ അമിത്ഷാ പറഞ്ഞത് 2026 മാർച്ചോടെ രാജ്യത്ത് നിന്നും പൂർണ്ണമായും മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു. അതിനായി ഇന്ത്യൻ സൈന്യത്തെയും CRPF അതോടൊപ്പം തന്നെ CRPFന്റെ മറ്റൊരു വിഭാഗമായ കോബ്രയെ അടക്കമുള്ളവരെ കളത്തിലിറക്കിക്കൊണ്ടാണ് മൊത്തത്തിൽ മാവോയിസ്റ്റുകളെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയത്. നിലവിൽ ഇപ്പോൾ CRPFന്റെ അലൈറ്റ് ഗ്രൂപ്പായ കോബ്ര ടീമിന് പ്രത്യേക ദൗത്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയത്. അതായത് മണിപ്പൂരിൽ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. 2 ദിവസത്തിന് മുമ്പെയാണ് മണിപ്പൂരിൽ ആസാം റൈഫിളിന്റെ വാഹനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ സംഘർഷങ്ങൾ അടിച്ചമർത്തുക എന്നൊരു ദൗത്യമാണ് ഇപ്പോൾ കോബ്ര ടീമിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അതായത് വംശീയ സംഘർഷങ്ങളും സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളും മൂലം കലുഷിതമായ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി CRPFന്റെ അതിവേഗ അലൈറ്റ് കമാൻഡോ വിഭാഗമായ കോബ്ര കമാൻഡോകളെ നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്കായി വനമേഖലകളിൽ പ്രത്യേകമായി രൂപീകരിച്ച ഈ അലൈറ്റ് യൂണിറ്റുകളെ മണിപ്പൂരിൽ വിന്യസിക്കുന്നതിന് തൊട്ടു മുമ്പായി ആസാമിലെ സിൽച്ചാറിൽ വെച്ച് അതീവ സങ്കീർണമായ ഒരു പ്രത്യേക പരിശീലനം ഈ കോബ്ര ടീമിന് നൽകി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങൾ പൂർണ്ണമായും ഭീകരമുക്തമായെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് പേരുകേട്ട പശ്ചിമ ബംഗാൾ ആസ്ഥാനമായുള്ള 207 ബറ്റാലിയൻ, ആസാം ആസ്ഥാനമായുള്ള 210 ബറ്റാലിയൻ എന്നീ 2 കോബ്ര യൂണിറ്റുകളെ 2000-ഓളം കമാൻഡുകളെ മണിപ്പൂരിലേക്ക് അയച്ചത്. മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിൽ ആസാം റൈഫിൾ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അതിക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നാലെ സൈനിക നീക്കങ്ങൾക്കുള്ള നിലവിലുള്ള നിയമാവലി പരിഷ്കരിക്കാനും സുരക്ഷ ശക്തമാക്കാനും CRPF തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ തീവ്രവാദ മേഖലകളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ മണിപ്പൂരിലെ ഭൂപ്രകൃതിയും അതോടൊപ്പം തന്നെ വംശീയ സംഘർഷങ്ങളുടെ സങ്കീർണതയും നേരിടാൻ കമാൻഡോകളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ആസാമിലെ 1 മാസം നീണ്ട കഠിന പരിശീലനത്തിന്റെ ലക്ഷ്യം. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ, സിവിൽ കലാപങ്ങൾ കൈകാര്യം ചെയ്യൽ, വിവിധ വംശീയ വിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമ്മിശ്ര ജനസംഖ്യാ കേന്ദ്രങ്ങളിലെ സുരക്ഷാ നീക്കങ്ങൾ, കൂടാതെ സൈനിക വ്യൂഹങ്ങളുടെ സംരക്ഷണം എന്നിവയിലാണ് കമാൻഡോകൾക്ക് വിദഗ്ധമായ ഒരു പരിശീലനം നൽകിയത്. മണിപ്പൂർ പോലീസിന്റെയും ഇന്ത്യൻ ആർമിയുടെയും കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനും സാധാരണക്കാരുടെ ജീവന് യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കാനും കമാൻഡോകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ സേനയ്ക്ക് നേരെയുള്ള പതുങ്ങിയിരുന്നുള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി വളഞ്ഞു പൊളഞ്ഞു പോകുന്ന മലയോര പാതകളിലും വനം മേഖലകളിലും പ്രത്യേക പരിശോധനകൾ നടത്താനും 100-ലധികം അത്യാധുനിക ബുള്ളറ്റ് പ്രൂഫ് കവചിത വാഹനങ്ങൾ പെട്രോളിങ്ങിനായി വിന്യസിക്കാനും കൂടാതെ കോബ്ര കമാൻഡോകൾ ബുള്ളറ്റ് പ്രൂഫ് കവചിത വാഹനങ്ങൾ ധരിച്ചുകൊണ്ട് മാത്രം പരിശോധന നടത്താനും CRPF നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ കാങ്പോക്സി ജില്ലയിൽ ലെഖോങ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കോബ്ര കമാൻഡോകൾ നടത്തിയ അതിശക്തമായ തിരിച്ചറിയൽ സായുധ സംഘങ്ങളുടെ 30ഓളം ബങ്കറുകളും താവളങ്ങളും തകർക്കാനും വൻതോതിൽ മാരകായുധങ്ങൾ കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തോക്കുകളും വെടിക്കോപ്പുകളും ബോംബുകളും നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ തകർത്ത കമാൻഡോകൾ കലാപകാരികൾ വീണ്ടും സംഘടിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞു. വൻതോതിലുള്ള അട്ടിമറികൾ ഒഴിവാക്കാൻ ആസൂത്രിതമല്ലാത്തതും മുൻകൂട്ടി അനുമതിയില്ലാത്തതുമായ യാതൊരുവിധ സൈനിക ചലനങ്ങളും പാടില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.